നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന പച്ചക്കറികൾ, സാധാരണ വാങ്ങിക്കുന്ന പച്ചക്കറികളിൽ ഒരു പച്ചക്കറിക്ക് മാത്രം മറ്റ് പച്ചക്കറികളോട് ഭയങ്കര ശത്രുതയാണ്. ആ പച്ചക്കറി ഇരിക്കുന്ന സ്ഥാനത്ത് വേറെ എന്തിരുന്നാലും അതിനെയും കൂടെ കേടാക്കി കളയും. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ എന്താ പറയുന്നതെന്നല്ലേ. നമ്മൾ സാധാരണ വീട്ടിൽ വാങ്ങുന്ന സവാള, നമ്മൾ ജോലിക്കൊക്കെ പോയിട്ട് വരുന്ന സമയത്തോ പുറത്തെവിടെയെങ്കിലുമൊക്കെ പോയിട്ട് വരുന്ന സമയത്തോ ഒക്കെ വണ്ടികളിലൊക്കെ കൂട്ടിയിട്ട് കിലോ കണക്കിന് 100 രൂപ 3 കിലോ അങ്ങനെയൊക്കെ പറഞ്ഞ് കാണുമ്പോൾ തന്നെ നമ്മൾ വാങ്ങും സവാള. കാരണം എല്ലാ വീടുകളിലും ഏറ്റവും കൂടുതൽ ഉപയോഗമുള്ള ഒരു വസ്തുവാണെന്ന് എനിക്ക് തോന്നുന്നു സവാള, തക്കാളി, കിഴങ്ങ് ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ. മിക്ക വീടുകളിലും തീരാതിരിക്കുന്ന ഒരു സാധനമായിരിക്കും, തീരുമ്പോൾ സ്റ്റോക്ക് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ സവാള, ചെറിയ ഉള്ളി എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ, പച്ചക്കറികൾ നമ്മൾ വാങ്ങി വയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെ കിഴങ്ങോ അല്ലെങ്കിൽ ഇഞ്ചിയോ വേറെ എന്ത് പച്ചക്കറി അതിൻ്റെ കൂട്ടത്തിൽ വെച്ചാലും അത് ചീത്തയായി പോകും, കേടായി പോകും. കാരണം അതുപോലത്തെ ഒരു സ്മെല്ലാണ് നമ്മുടെ ഈ ഉള്ളിയിൽ നിന്നും വരുന്ന ആ ഒരു ദുർഗന്ധം മറ്റ് പച്ചക്കറികളെ കേടാക്കാൻ കഴിവുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് വേറൊന്നുമല്ല, നമ്മൾ സവാളയും ചെറിയ ഉള്ളിയൊക്കെ വാങ്ങി സ്റ്റോക്ക് ചെയ്യുന്ന സമയത്ത് നല്ല ഡ്രൈ ആയിട്ടുള്ള പ്ലേസിൽ നന്നായിട്ട് സ്റ്റോർ ചെയ്യുക, ഉണങ്ങിയ പ്ലേസിൽ നല്ല വൃത്തിയായിട്ട് സ്റ്റോർ ചെയ്യുക. അതിൽ നിന്നും കുറച്ച് മാറ്റി വേണം നമ്മൾ കിഴങ്ങായാലും വേറെ ഏത് പച്ചക്കറി ആയാലും നമ്മൾ സ്റ്റോർ ചെയ്യാനായിട്ട്. ഇതിനോടടുത്ത് സാധാരണ നമ്മളൊക്കെ കിഴങ്ങും സവാള എല്ലാം ഉള്ളിയൊക്കെ കൂടെ ഒരുമിച്ച് വാങ്ങിച്ചുകൊണ്ട് വന്ന ഒരു പാത്രത്തിലേക്ക് എല്ലാം കൂടെ കമത്തിയിടുകയായിരിക്കും പണ്ട് തൊട്ടേയുള്ള അങ്ങനെയൊക്കെ ചെയ്യാറ്. അതിനകത്തേക്ക് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കത്തി അതിനകത്ത് തന്നെ വയ്ക്കും. അങ്ങനെയൊക്കെയാണ് സാധാരണ പണ്ട് തൊട്ടേയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഉൾപ്പെടെ നേരത്തെ ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ അത് മാറ്റി നമ്മൾ സവാള വേറെ, ചെറിയുള്ളി വേറെ, കിഴങ്ങും ബാക്കിയുള്ള ഏത് പച്ചക്കറികൾ നമ്മൾ പുറത്ത് വയ്ക്കുന്നുണ്ടോ അതെല്ലാം ഇതിൽ നിന്ന് ഒരു ശകലം ഡിസ്റ്റൻസ് മാറ്റിയിട്ട് വയ്ക്കുക. കാരണം കാരണം ചിലപ്പോൾ 3 കിലോ 4 കിലോ ഒക്കെ നമ്മൾ ഒരുമിച്ച് കൂടുതൽ സ്റ്റോർ ചെയ്യും. അപ്പോൾ ഈ വാങ്ങുന്ന കിഴങ്ങ് അല്ല ബാക്കിയുള്ള പച്ചക്കറികൾ ഇത് കാരണം കേടായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ടിപ്പ് നമ്മൾ പറഞ്ഞു തരുന്നത്.